Hello, welcome back to my channel. So, in this video, I will cotton kurta set. So, video start in the subscribe cheyidillenkil endayal subscribe cheyan marakkalle pinne ende Instagram link okke thaale koduthundu side kunnu follow cheya. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്നെല്ലാം വരുന്നത് കോട്ടൺ കുർത്ത സെറ്റുകളാണ് ആൻഡ് എല്ലാം ലിബാസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. അപ്പോൾ എല്ലാം 2 പീസ് സെറ്റാണ് വിത്തൗട്ട് ദുപ്പട്ട കേട്ടോ. കുർത്ത പ്ലസ് പാൻറ്റിൻ്റെ സെറ്റാണ്. സോ ഏറ്റവും ഫസ്റ്റ് വരുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുർത്ത സെറ്റാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്ത സെറ്റാട്ടോ. ഇതാണ് കുർത്ത. 3/4 സ്ലീവാണ്. ഫ്ലോറൽ പ്രിൻറ്റിലാണ് വരുന്നത്. വീനെക്കാണ് ആൻഡ് നെക്കിലും ഇവിടെയും സ്ലീവിൻ്റെ അറ്റത്തും പിന്നെ ഫ്രണ്ടിൽ 2 സൈഡിലും ലേസ് പോയിട്ടുണ്ട്. ഇത് സ്ലിറ്റുള്ള കുർത്തയാട്ടോ. സ്ലിറ്റുള്ള ഫ്ലെയർഡ് കുർത്തയാണ്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. സൂപ്പർ കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. ആൻഡ് പ്ലീറ്റ്സ് ആണെങ്കിൽ ഇങ്ങനെ കയറിയിട്ടാണ് ആലിയ കട്ട് പോലെ. ബാക്കിലാണെങ്കിൽ പ്ലീറ്റ്സ് സ്ട്രെയിറ്റ് ആണ്. സൂപ്പർ കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. പിന്നെ ഇതിന് ലൈനിങ് ഒന്നും ഇല്ല കേട്ടോ. ഞാൻ കാണിക്കുന്ന ഒന്നിനും ലൈനിങ് വരുന്നില്ല. ഇതാണ് പാൻസ്. പലാസോ പാൻസ് ആട്ടോ. ബാക്കിലാണ് എലാസ്റ്റിക്, ഫ്രണ്ടിൽ എലാസ്റ്റിക് വരുന്നില്ല. പലാസോ വേറെ പ്രിൻറ്റിലാട്ടോ. ഇത് നല്ല കോട്ടൺ മെറ്റീരിയലാണ്. സൂപ്പർ കംഫർട്ടബിൾ ആട്ടോ. പിന്നെ ഇതിനാണെങ്കിൽ 2 സൈഡിലും പോക്കറ്റ്സ് വരുന്നുണ്ട്. നല്ല കോട്ടൺ മെറ്റീരിയൽ ആട്ടോ. ഞാനത് മേടിച്ചത് മീഡിയം സൈസിലാണ്. എനിക്ക് കറക്റ്റാണ്. ഞാനത് പർച്ചേസ് ചെയ്തത് 949 റുപ്പീസിനാണ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കോഡ് സെറ്റാണ്. കുർത്ത മോഡലാട്ടോ. ഇതിൻ്റെ പാൻറ്റും സെയിം പ്രിൻറ്റിലാണ്. ഈ ഒരു മോഡൽ കുർത്ത സെറ്റ് ഞാൻ മുന്നേ എൻ്റെ ഒരു ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വീനെക്കാണ്. മൊത്തം ഈ ഒരു പ്രിൻ്റ് ആട്ടോ വരുന്നത്. ഒരു വർക്കോ വേറെ ഡിസൈനോ ഒന്നും ഇല്ല കേട്ടോ. 3/4 സ്ലീവാണ്. നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. പിന്നെ ഇതിനാണെങ്കിൽ ഈ ഒരു സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട്. ഇത്രയും ലെങ്ത് ഉണ്ട്. ആൻഡ് സ്ലിറ്റ് ആണെങ്കിൽ ഇവിടം തൊട്ടിട്ടാട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. തൈയുടെ ഈ ഒരു ഭാഗത്ത് ടൈറ്റോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ചില കുർത്തയ്ക്കൊക്കെ സ്ലിറ്റ് ഭയങ്കര താഴെ വരുമ്പം ഈ ഒരു ഭാഗത്ത് കുറച്ച് ടൈറ്റായിട്ട് നിൽക്കും. പക്ഷേ ഇതിന് ഈ ഒരു കോഡ് സെറ്റിന് അങ്ങനെ ഇല്ല. നല്ല കംഫർട്ടബിളാണ്. നല്ല ഫിറ്റിംഗ് ആട്ടോ. ഇത്രയും ലെങ്ത് ഉണ്ട്. ബാക്ക് ഇങ്ങനെയാണ്. സോ ഇതാണ് പാൻസ്. സെയിം പ്രിൻ്റാണ് വരുന്നത്. ബാക്കിലാണ് എലാസ്റ്റിക്. പിന്നെ ഇതിനാണെങ്കിലും 2 സൈഡിൽ പോക്കറ്റ്സ് ഉണ്ട്. ഇത്രയും ലെങ്ത് ഉണ്ട്. പിന്നെ ഈ പാൻറ്റിലും ടോപ്പിലും ഇങ്ങനെ ഈ ഒരു കളറ് ഗോൾഡൻ പെയിൻ്റ് ആട്ടോ. കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഗോൾഡൻ പെയിൻ്റ് ആണ്. അത് പെട്ടെന്ന് എടുത്ത് കാണിക്കത്തില്ല. ക്ലോസപ്പിൽ നോക്കിയാലേ കാണത്തുള്ളൂ. ഞാൻ എന്തായാലും ഇതിൻ്റെ ക്ലോസപ്പ് കാണിച്ചു തരാം കേട്ടോ ക്യാമറയിൽ. അപ്പോൾ നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. ഞാൻ മേടിച്ചത് മീഡിയം സൈസാണ്. എനിക്ക് കറക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 850 റുപ്പീസാണ്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ കോട്ടൺ ബ്ലെൻഡ് ആട്ടോ. പക്ഷെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ബാക്കി ഞാൻ കാണിക്കുന്ന കുർത്ത സെറ്റ് കുർത്തയുടെ മെറ്റീരിയൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനാണെങ്കിൽ ചെറുതായിട്ടൊരു കട്ടിയുണ്ട് കേട്ടോ. പക്ഷെ നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ. നെക്സ്റ്റ് വരുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ സ്ട്രെയിറ്റ് കുർത്ത സെറ്റാണ്. 3/4 സ്ലീവാണ്. ആൻഡ് ഇവിടെ ആണെങ്കിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് ഉണ്ട്. പിന്നെ റൗണ്ട് നെക്കാണ്. നെക്കിലാണെങ്കിൽ ലേസ് വെച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ ഒരു ലൈൻസ് വന്നിട്ടുള്ള ഗോൾഡൻ പെയിൻറ്റിലാണ്. നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. കോട്ടൺ മെറ്റീരിയലാണ്. പിന്നെ ഇതാണെങ്കിൽ സ്ട്രെയിറ്റ് കുർത്തയാട്ടോ. ഇവിടെയാണ് കട്ട് വരുന്നത്. ആൻഡ് ഇതാണ് പാൻസ്. സെയിം പ്രിൻറ്റിലാട്ടോ പാൻസ് വരുന്നത്. പാർഷ്യലി എലാസ്റ്റിക്കേറ്റഡ് ആണ്. ആൻഡ് 2 സൈഡിലും പോക്കറ്റ്സ് വരുന്നുണ്ട്. ഇത്രയുണ്ട് ലെങ്ത്ത്. നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. സെയിം മെറ്റീരിയലാണ്. നല്ല കോട്ടൺ മെറ്റീരിയലാണിത്. പിന്നെ ഇതിൻ്റെ വേറെ ഒരു കളർ ചേഞ്ചും കൂടി അവൈലബിൾ ആണ്. പിങ്ക് കളർ. ഇതാണെങ്കിൽ ബ്ലൂ പ്രിൻ്റ് ആണ് വരുന്നത്. അതിൽ പിങ്ക് പ്രിൻ്റ് ആണ്. അപ്പോൾ ഞാൻ മേടിച്ച മീഡിയം സൈസാണ്. എനിക്ക് കറക്റ്റാണ്. നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്ത് 857 റുപ്പീസിനാണ്. നെക്സ്റ്റ് വരുന്ന ഈ ഒരു ഓഫ് വൈറ്റ് കളർ കുർത്ത സെറ്റാണ്. 3/4 സ്ലീവാണ്. പിന്നെ ഇതിലാണെങ്കിൽ പല പ്രിൻറ്റ്സ് വരുന്നുണ്ട്. മെയിൻലി 3 പ്രിൻ്റാണ്. ഫ്ലോറൽ പ്രിൻ്റ് ഉണ്ട്. പിന്നെ ഇവിടെ യോക്ക് പോർഷനിലാണെങ്കിൽ ഈ ഒരു ഫ്ലോറൽ പ്രിൻറ്റും പിന്നെ വേറെ ഒരു പ്രിൻറ്റിൻ്റെ മിക്സാണ്. പിന്നെ ഈ ഒരു പ്രിൻറ്റും വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 3 പ്രിൻ്റാണ് ഈ ഒരു കുർത്തയിൽ വരുന്നത്.
3/4 സ്ലീവ് ആണ്. നല്ല കോട്ടൺ മെറ്റീരിയൽ ആട്ടോ. ആൻഡ് ഇവിടെ ആണെങ്കിൽ ക്ലോത്ത് കൊണ്ട് പൊതിഞ്ഞിട്ടുള്ള ബട്ടൺസ് ആണ്. അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് ആട്ടോ. ഇങ്ങനെ ഹൂപ്പാണ് വരുന്നത്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. ആൻഡ് എ ലൈൻ കുർത്തയാണ്. നല്ല ഫ്ലെയർ ഉണ്ട് കേട്ടോ. പിന്നെ നടുക്ക് സ്ലിറ്റ് ഉണ്ട്. അപ്പോൾ താഴത്തെ ഫ്ലെയറിൽ ഈ ഒരു 3 പ്രിൻറ്റ് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു പ്രിൻ്റ് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഈ പ്രിൻ്റ്, പിന്നെ ഫ്ലോറൽ പ്രിൻറ്റും ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. ബാക്കിലും അങ്ങനെയാണ് കേട്ടോ. പിന്നെ മേളിലേക്ക് ഫ്ലോറൽ പ്രിൻ്റ് മാത്രമേ ഉള്ളൂ. സൂപ്പർ കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. പിന്നെ പാൻസ് ഇങ്ങനെയാണ്, പാർഷ്യലി എലാസ്റ്റിക്കേറ്റഡ് ആണ് കണ്ടോ. ബാക്കിൽ മാത്രമേ എലാസ്റ്റിക് വരുന്നുള്ളൂ. ആൻഡ് 2 സൈഡിലും പോക്കറ്റ്സ് വരുന്നുണ്ട്. ഇത്രയുണ്ട് ലെങ്ത്ത്. പിന്നെ താഴെയാണെങ്കിൽ ഇങ്ങനെ മടക്കി വെച്ച് അങ്ങനത്തെ ഒരു മോഡലാട്ടോ. പക്ഷെ ഇത് നൂർത്താൻ പറ്റത്തില്ല, ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു മോഡലാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്ത സെറ്റാണ്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. സൂപ്പർ കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്തത് മീഡിയം സൈസിലാണ്. എനിക്ക് കറക്റ്റാണ്. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്തത് 1109 റുപ്പീസിനാണ്. നെക്സ്റ്റ് വരുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ ഓഫ് വൈറ്റ് കുർത്ത സെറ്റാണ്. ഇതിലാണെങ്കിൽ ഫ്ലോറൽ പ്രിൻറ്റും പിന്നെ ജോമെട്രിക് പ്രിൻറ്റും വരുന്നുണ്ട്. 3/4 സ്ലീവ് ആണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഉണ്ട് താഴെ വരെ ഈ ഒരു ജോമെട്രിക് പ്രിൻറ്റ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ തൊട്ട് സ്ലിറ്റ് ഉണ്ട് കേട്ടോ ഫ്രണ്ടിൽ. ആൻഡ് സ്ലീവിൻ്റെ അറ്റത്തും ജോമെട്രിക് പ്രിൻ്റ് ഉണ്ട്. പിന്നെ ഏറ്റവും അടിയിലും ഫ്രണ്ടിലും ബാക്കിലും ജോമെട്രിക് പ്രിൻ്റ് വരുന്നുണ്ട് ബോർഡറായിട്ട്. മേളിലാണെങ്കിൽ ഒരു ഷ്രഗ് മോഡലാണ് കണ്ടോ. ഇതിവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. ഇത് അഴിച്ചാൽ നമുക്കിത് ഫുള്ളി ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. ഇതിവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ ആണെങ്കിൽ ടാസൽസ് വരുന്നുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ഫ്ലെയർ ഉണ്ട്. ഫ്രണ്ടിലത്തെ ഈ ഒരു ഫ്ലെയർ ചെറുതായിട്ട് കയറിയിട്ടാണ്, ബാക്കിൽ സ്ട്രെയിറ്റ് ആയിട്ടാട്ടോ. ആൻഡ് ഫ്രണ്ടിൽ ഈ ഒരു ഉള്ളിലത്തെ പീസിന് പൈപ്പിങ് വരുന്നുണ്ട് നെക്കിൽ. നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ. ആൻഡ് ഇതിൻ്റെ ഹെഡിങ്ങിൽ സ്ട്രെയിറ്റ് കുർത്ത എന്നാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് എ ലൈൻ കുർത്തയാട്ടോ. താഴെ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ വേറൊരു കളർ ചേഞ്ചും കൂടിയുണ്ട്. പിന്നെ പാൻസ് ആണെങ്കിൽ മൊത്തം ഇങ്ങനെ ജോമെട്രിക് പ്രിൻ്റ് ആണ്. ബാക്കിലാണ് എലാസ്റ്റിക് വരുന്നത്. പിന്നെ 2 സൈഡിലും പോക്കറ്റ്സ് ഉണ്ട്. ഇത്രയും ലെങ്ത് ഉണ്ട്. കോട്ടൺ മെറ്റീരിയലാണ്. ആൻഡ് ഞാനത് മേടിച്ച മീഡിയം സൈസിലാണ്. എനിക്ക് കറക്റ്റാണ്. നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്ത് 809 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു എ ലൈൻ കുർത്ത സെറ്റാണ്. 3/4 സ്ലീവ് ആണ്. ആൻഡ് ഇവിടെ ആണെങ്കിൽ പ്ലീറ്റ്സ് വരുന്നുണ്ട് ഇങ്ങനെ കയറിയിട്ടാട്ടോ. ബാക്കിലാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടാട്ടോ പ്ലീറ്റ്സ്. ആൻഡ് 2 സൈഡിലും സ്ലിറ്റ് വരുന്നുണ്ട്. പിന്നെ നെക്കിലാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ബീഡ്സ് വെച്ചിട്ടുണ്ട്, ഗോൾഡൻ ബീഡ്സ്. ഇവിടെ നെക്കിൻ്റെ ഈ ഭാഗത്ത്, പിന്നെ പ്ലീറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മേളിൽ സ്ലീവിൻ്റെ അറ്റത്ത്, ഫ്രണ്ടിലെ സ്ലിറ്റിൻ്റെ സൈഡിലും താഴെയും ബോർഡർ വരുന്നുണ്ട് കേട്ടോ. ബാക്കിൽ ബോർഡർ വരുന്നില്ല. പിന്നെ നെക്കിൻ്റെ ഇവിടെ ഒരു പീസ് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ. കോട്ടൺ മെറ്റീരിയലാണ്. പിന്നെ ഇതിലാണെങ്കിൽ ഇവിടെ ഈ 2 സൈഡിൽ മാത്രം വേറെ പ്രിൻ്റ് ആട്ടോ, ഒരു ഇക്കത്ത് പ്രിൻ്റ് ആട്ടോ. ആൻഡ് ബാക്കി മൊത്തം ഫ്ലോറൽ പ്രിൻ്റ് ആണ്. പിന്നെ ബോർഡറിൽ വേറെ ഒരു പ്രിൻ്റ് ആണ് വരുന്നത്. പിന്നെ ഈ ഒരു കുർത്ത സെറ്റിലാണെങ്കിൽ ഇങ്ങനെ ഒരു ബ്രൗൺ കളർ വരുന്നില്ലേ, അതിലെ ചിലത് നോർമൽ ബ്രൗൺ കളറാണ്, പിന്നെ ചിലത് ഗോൾഡൻ കളറാട്ടോ. അത് ക്ലോസപ്പിൽ നോക്കിയാലേ കാണത്തുള്ളൂ. നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. പിന്നെ ബോട്ടം വെയർ ആണെങ്കിൽ ഇങ്ങനെ സൽവാറാണ്, പാർഷ്യലി എലാസ്റ്റിക്കേറ്റഡ് ആട്ടോ. 2 സൈഡിലും പോക്കറ്റ്സ് വരുന്നുണ്ട്. അടിയിൽ ഇങ്ങനെ പടി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ പ്ലീറ്റ്സ് ഉണ്ട്. അപ്പോൾ നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ. കോട്ടൺ മെറ്റീരിയലാണ്. ആൻഡ് ഞാൻ മേടിച്ചത് മീഡിയം സൈസിലാണ്. എനിക്ക് കറക്റ്റാണ്. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്ത് 1286 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു പിങ്ക് കുർത്ത സെറ്റാണ്. സ്ട്രെയിറ്റ് കുർത്ത സെറ്റാട്ടോ. 3/4 സ്ലീവ് ആണ്. ഇവിടെ ആണെങ്കിൽ കോളർ ഉണ്ട്. ആൻഡ് യോക്ക് പോർഷനിലാണെങ്കിൽ ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നുണ്ട്. ഈ ഒരു ഡിസൈനാണ് ബോട്ടത്തിന് വരുന്നത്. ഇവിടെ ചെറിയൊരു പീസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം കേട്ടോ. ഇതിലാണെങ്കിൽ ബീഡ് വർക്ക് ഉണ്ട്, മിറർ ഉണ്ട്. ആൻഡ് മിററിൻ്റെ ചുറ്റും ഇങ്ങനെ സിൽവർ ത്രെഡും കൊണ്ടാട്ടോ വർക്ക് വരുന്നത്. സ്ലീവിൻ്റെ അറ്റത്ത് ബോർഡർ വരുന്നുണ്ട്.
സ്ട്രെയിറ്റ് കുർത്തയാണ്. ബാക്ക് ഇങ്ങനെ കേട്ടോ. സോ ഇതാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്, ഫുള്ളി എലാസ്റ്റിക്കേറ്റഡ് ആണ്. പിന്നെ 2 സൈഡിലും പോക്കറ്റ്സ് വരുന്നുണ്ട്. ഇത്രയും ലെങ്ത് ഉണ്ട്. അപ്പോൾ ഞാൻ അത് മേടിച്ച മീഡിയം സൈസിലാണ്, എനിക്ക് കറക്റ്റാണ്. പിന്നെ ഇതാണെങ്കിൽ കോട്ടൺ മെറ്റീരിയലാണ്, നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്ത് 1319 റുപ്പീസിനാണ്, 1319. സോ അതാണ് നമ്മുടെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.